ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് ഞാൻ പനക്കലച്ചിനെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ ആർക്കും ഇഷ്ടമില്ല അച്ഛാ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കണില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല, എൻ്റെ പഠനം പാതി വഴി പെട്ടുപോയച്ചാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛാ, എൻ്റെ ജീവിതം നശിച്ചു പോയച്ചാ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എന്നെ വിളിച്ചൊരു വിളിയുണ്ട്, കുഞ്ഞുമോളെ ഡോണ്ട് വറി. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം എല്ലാ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യം, വിഷമിക്കണ്ട, ദൈവം നോക്കിക്കോളും. അപ്പം ഞാൻ ചിന്തിച്ചു അങ്ങനെ ദൈവം നൂലയിൽ ഇങ്ങനെ കെട്ടി ഇറക്കി തരുമോന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോളെ നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട് നീ പോയി പറയല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ആരോടായി പറയണ്ടേ? അപ്പോൾ നീ പോയിട്ട് പ്രശ്നങ്ങളോട് പറയണം, ഹേ പ്രോബ്ലംസ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നീ അവിടെ നിൽക്ക്, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല, നിന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ മുമ്പിലുണ്ട്, അവൻ നോക്കിക്കോളും, അങ്ങനെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അന്ന് എനിക്കൊരു ധൈര്യം കിട്ടി. അന്ന് രാത്രി വന്ന് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം എന്താണെന്നറിയാവോ? ഏശയ്യായുടെ പുസ്തകത്തിലെ പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചന കല്ലുകൊണ്ട് നിന്നെ ഞാൻ പണിയുമെന്ന്. അതിന്